പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോഷുവ 3:5 തിരുവചനം പറയുന്നു, ആദ്യം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് ഹൃദയത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാർത്ഥതയുമെല്ലാം കഴുകി വിശുദ്ധിയിലേക്ക് വരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമാണ് ഈ ചിന്തകളെല്ലാം. അതിൽ തന്നെ നാം തെറ്റുകളില്ല എന്ന് ചിന്തിക്കുന്നത് സാത്താൻ കൊണ്ടുവരുന്ന കെണിയാണ്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും നാം സൂക്ഷിക്കുമ്പോൾ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ നിർമ്മലമാക്കുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹെബ്രായർ 12:14-15 തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള വിദ്വേഷം നമ്മെ അശുദ്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിദ്വേഷം മൂലം അവരോട് വെറുപ്പ് തോന്നുന്നു. വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത വരുന്നു. അപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, നാം മറ്റുള്ളവരോട് ക്ഷമിക്കാതെ വരുമ്പോൾ ദൈവം നമ്മോടും ക്ഷമിക്കാതെ വരും. നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ തെറ്റുകളും ക്ഷമിക്കുന്നത്. ഇത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം കുരിശിലേക്കാണ് നോക്കേണ്ടത്. ദൈവത്തെ നാം എത്രമാത്രം വേദനിപ്പിച്ചു, എത്രമാത്രം പീഡിപ്പിച്ചു, എല്ലാം ദൈവം ക്ഷമിക്കുക മാത്രമല്ല പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് അവരോട് അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണ്, അവരോട് ക്ഷമിക്കണമേ എന്നാണ് പിതാവായ ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുന്നത്. ആ യേശുവിൻ്റെ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത്. കുരിശിലേക്ക് നോക്കി നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ദൈവത്തോട് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ കുരിശിൽ നിന്ന് വരുന്ന ശക്തി കൊണ്ട് നമുക്ക് ക്ഷമിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്കെല്ലാവർക്കും സാധിക്കും. അങ്ങനെ നമുക്ക് വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും ഹൃദയത്തിൽ വചനം നിറയ്ക്കുവാനും ആവശ്യ സമയത്ത് വചനം ഓർമ്മിപ്പിച്ച് തരുവാനും പരിശുദ്ധാത്മാവിന് കഴിയും. അപ്പം എല്ലാവരും ആഗ്രഹത്തോടും ദാഹത്തോടും കൂടി പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ടാണ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.